എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണുനീർ ആ ശക്തി കണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ഒറ്റക്കാവില്ലെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ജീവിതത്തിൽ വളരെ സൗമ്യമായൊരു ജീവിതം മുന്നോട്ട് നയിച്ചൊരു വ്യക്തിയാണ്. ആരുടെയെങ്കിലും എന്തെങ്കിലും തട്ടിയെടുക്കുകയോ ആരിൽ നിന്നെങ്കിലും അന്യായമായി എന്തെങ്കിലും നേടുന്നതിന് അതിനൊന്നും ശ്രമിക്കാതെ വളരെ സൗമ്യമായ, വളരെ ശാന്തമായൊരു ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ്. ആരിൽ നിന്നും അന്യായമായി എന്തെങ്കിലും നേടിയെടുക്കുന്നതിനോ ആരെയെങ്കിലും പറ്റിക്കുന്നതിനോ ആരോടെങ്കിലും തനിക്ക് നൽകാത്തതിൻ്റെ പേരിൽ പരിഭവപ്പെടുന്നതിനൊന്നും നിങ്ങൾ തുനിഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ സൗമ്യമായ ആ ഒരു ജീവിതം നയിച്ചതിനാൽ ജീവിതത്തിൽ സർവശക്തൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ശക്തി പരിഗണിക്കുമോ? എൻ്റെ വേദന, എൻ്റെ ശക്തി അറിയുമോ? ഞാൻ ഇത്രയും കാലം സ്വീകരിച്ച നിലപാടുകൾ തെറ്റായിപ്പോയെന്നാണ് എൻ്റെ ശക്തി പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുരിതങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി. എന്ന് ഞാൻ ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടും, എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധികളെ മറികടക്കുമെന്നുള്ള വളരെ മനസ്സ് പിടഞ്ഞ വിഷമങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായി. ആരൊരാളും സഹായിക്കാനില്ല. അടിതെറ്റിയപ്പോൾ കൂടെ നിന്ന ആളുകളുടെ മുഖം മാറി, സംസാരം മാറി, ഭാവം മാറി. അതുവരെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കൂടെ നിന്നവർക്ക് മനസ്സിലായി നമ്മളിൻ്റെ അടുത്ത് നിന്നിട്ട് ഇനി അധികം കാര്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ തെറ്റില്ലാതെ തന്നെ നമുക്കൊരു കാലക്കേട് അല്ലെങ്കിൽ ഒരു മോശം കാലഘട്ടം ഉണ്ടാകുമ്പോഴോ നമുക്കുണ്ടായ ദുഃഖം, ആ ദുഃഖം സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ്. ആ ദുഃഖം നമുക്ക് പറയാൻ കഴിയുന്നതിലപ്പുറത്താണ്. എങ്ങനെ നമ്മളതിനെ മറികടക്കും, എങ്ങനെ നമ്മളതിനെ തരണം ചെയ്യും, ആ വെല്ലുവിളി എങ്ങനെ നേരിടും എന്നുള്ള വേദന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ തന്നെ പരിഭവത്തോടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എൻ്റെ കാര്യത്തിൽ പരിഗണിക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച് സഹായം നൽകിയ ആളുകൾ എന്നെ പുറംതിരിഞ്ഞ് കുത്തുന്ന അവസ്ഥയുണ്ടായി. ഞാൻ സഹായിച്ച് എനിക്ക് നഷ്ടങ്ങളുണ്ടായ ആളുകളുണ്ട്. ഞാൻ അവരുടെ സന്തോഷം അവർക്കുണ്ടാവട്ടെ, എൻ്റെ നഷ്ടങ്ങൾ എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതിയിട്ടും പക്ഷേ അവർ പോലും എന്നെ തെറ്റിദ്ധരിച്ചു. അവർ പറഞ്ഞപ്പോൾ ഒരുപാട് വേദന ഉണ്ടായി. പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള ചിന്ത ഉണ്ടായി, നിങ്ങളിലുണ്ടായി. പക്ഷെ അതെല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിലുണ്ടായ എല്ലാ വെല്ലുവിളികളും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. നിങ്ങളുടെ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കരുത്ത് പകരുകയാണ്. നിങ്ങളുടെ നന്മയ്ക്കുള്ള പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് നന്മ വരികയാണ്. ഒന്നും ഭയപ്പെടേണ്ട, നിങ്ങൾ ഒറ്റക്കല്ല. നഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ കരുതിയതെല്ലാം തിരിച്ച് വരും. ഒറ്റക്കാവില്ല. സന്തോഷത്തോടെ കൈകൾ ഇഴചേർന്ന് ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും. തെറ്റിദ്ധാരണകളെല്ലാം മാറും. പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുണ്ട്. സ്വന്തമായൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. സ്വന്തമായ ആഗ്രഹങ്ങളില്ല, സ്വന്തമായ സ്വപ്നങ്ങളില്ല, സ്വന്തമായി ഇന്നത് നേടണമെന്നില്ല. ശത്രുക്കളെ ഉണ്ടാക്കിയതും നഷ്ടമുണ്ടാക്കിയതും കടമുണ്ടാക്കിയതും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയായിരുന്നു. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു നിങ്ങളുടേത്. അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി ജീവിക്കുക, അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുക, അതിനുവേണ്ടി
ജീവിക്കുക, അത് തന്നെയായിരുന്നു സന്തോഷം. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ അവരെ സഹായിച്ചു, അവർക്ക് നന്മ നൽകി, അവരോടൊപ്പം നിന്നു. പക്ഷെ അവർ സമ്മാനിച്ചത് ദുഃഖങ്ങളായിരുന്നു. അവർ നിങ്ങൾക്ക് സമ്മാനിച്ച ആ ദുഃഖങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തുകൊണ്ട് അവരെന്നോട് അങ്ങനെ പെരുമാറി എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി. ചില ദുഷ്ടശക്തികൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചു. സംശയവും വാശിയും ഒരുപക്ഷെ അഹങ്കാരവും ഒക്കെ ആ വ്യക്തിയിലോ ഒക്കെ കുത്തി നിറച്ചിട്ട് ചില വാക്കുകൾ നിങ്ങളിലേക്ക് ആ വ്യക്തി ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയപ്പോൾ നിങ്ങളും പ്രതികരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന നിങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ചിലർ ശ്രമിച്ചു. അവരുടെ കിംവദന്തികൾ, അവരുടെ വ്യാജാരോപണങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അത് നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിക്കുകയും അത് നിങ്ങൾക്ക് എതിരായിട്ട് ആ വ്യക്തി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖമായിരുന്നു അത്. മനസ്സിനെ കൊത്തി നോവിക്കുന്നൊരു ദുഃഖം. എല്ലാവരെയും സ്നേഹിച്ചിട്ട് തന്ന പ്രതിഫലം വളരെ മോശമായിപ്പോയി. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് തന്ന പ്രതിഫലം വളരെ മോശമായിപ്പോയി. ഇങ്ങനെ അവർ മാനസികമായി വേദനിപ്പിക്കാനുള്ള കാരണം, ഇങ്ങനെ അവർ ദുഃഖിപ്പിക്കാനുള്ള കാരണം, അത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തിനു വേണ്ടി, ഞാൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തതെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സാക്ഷി ഒരുപാട് തവണ ചോദിച്ചു. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ ഒരുപാട് ചോദിച്ചു. നിങ്ങൾ ചെയ്തത് കുറ്റമല്ല. ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹവും വളർച്ചയും അവർക്ക് കഴിഞ്ഞില്ല സഹിക്കാൻ. നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ട് നിങ്ങളെന്നും വിജയിക്കാതെ നിൽക്കണം. നിങ്ങൾക്ക് എന്നും തകർച്ച ഉണ്ടാവണം. നിങ്ങൾക്കൊരിക്കലും മുന്നേറ്റം ഉണ്ടാകരുത്. നിങ്ങളെന്നും തകർന്ന് തരിപ്പണമായി പോകണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതിൽ നിന്നൊക്കെ മാറി രക്ഷപ്പെട്ട് ജീവിതത്തിൽ വളർച്ച കൊണ്ടുവന്ന് പോസിറ്റീവ് എനർജിയിൽ വന്നു, നിങ്ങൾക്ക് നേട്ടമുണ്ടായി. അതൊന്നും സഹിക്കാനോ അതൊന്നും കാണാനോ അവർക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. അവർ നിങ്ങളെ തകർച്ചയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകി. ഇനിയും അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇനിയും വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവർ പമ്പ കടക്കും. നിങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മാറി അവർ മാറും. കാരണം നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് സദാസമയത്ത് നല്ലൊരു ജീവിതമാണ്. ആരെയാണ് നിങ്ങൾ സ്നേഹിച്ചത്, ആരിൽ നിന്നാണോ നിങ്ങൾക്ക് അകലേണ്ടി വന്നത്, ആ ആൾ തിരിച്ചെത്തും. തീർച്ചയാണ്, ഒറ്റക്കാകില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവും. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ്. പെട്ടെന്ന് തകർന്നു പോകാത്ത ഐശ്വര്യമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഈശ്വരൻ. അല്ലാതെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നതല്ല. ആ ബന്ധങ്ങളിലും ആ ദൃഢത ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.